ചോറ്, സാമ്പാർ, കോഴിയിറച്ചി കേട്ടോ, മീൻകറി കേട്ടോ, മട്ടൻ, ഇങ്ങനെയുള്ള സാധനങ്ങളുമൊക്കെ യവന് ഒരു 5 പൈസയുടെ ജോലിയില്ലാതെ ഒരു വിചാരണ തടവുകാരൻ എന്നുള്ള നിലയ്ക്ക് യവന്മാർക്ക് കിട്ടും. കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ചാപ്പാടും കഴിച്ച് അവിടെ കിടന്നാൽ മതിയല്ലോ. അതും കഴിച്ചാൽ അവിടെ പണ്ടായിരുന്നു യഥാർത്ഥത്തിൽ യവന്മാർക്ക് ഈ ഗോതമ്പുണ്ട് കൊടുക്കുന്നത്. ഇന്ന് ജയിലിൽ ഈ ഗോതമ്പുണ്ടൊന്നും ഇല്ല കേട്ടോ, അതൊന്നും അല്ല. അവിടെ നല്ല ഒന്നാന്തര ആഹാരമാണ് കൊടുത്തേക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല ചൂടുള്ള ചോറും ഒക്കെ ഇഷ്ടം പോലെ വിളമ്പി റെഡിയാക്കി കൊണ്ടു കൊടുക്കും. ഒരു 4:30 ആകുമ്പോൾ ഇതിനെ എല്ലാം അകത്ത് കയറ്റി അടയ്ക്കും. അപ്പോൾ രാത്രിയുള്ള ആഹാരം എന്ന് പറയുന്നത് 4 മണിക്ക് കൊടുക്കും അവർ. അല്ല, നിവൃത്തിയില്ലല്ലോ, ഇവരെ വേറൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അത് നല്ല ചാപ്പാടാണ് കിട്ടുന്നത്. അതും കിട്ടുന്നത് അവിടെ കിടന്ന് തിന്ന് കൊഴുക്കുകയാണ് അവന്മാർ. ഓരോരുത്തരെ കൊല്ലുന്ന കൊലപാതകങ്ങളുമൊക്കെ ഇതേപോലെ ജയിലിൽ കിടന്ന് തിന്ന് കൊഴുക്കുകയാണ്. ഇവനെയൊക്കെ കൊണ്ട് എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ജോലി ചെയ്തവന് ഭയങ്കരമായിട്ട് സാലറി കൊടുക്കുന്നുണ്ട്, ശമ്പളം, നല്ല ശമ്പളം കൊടുക്കും എന്തെങ്കിലും ജോലി ചെയ്യുന്നാലേ. ദിവസം കിടക്കുന്നവന് അങ്ങനെ ജോലിയുണ്ട്. പക്ഷേ ഇവന്മാരെന്തോ ജോലി ചെയ്യുന്നേ, വേറെ വലിയ പണിയൊന്നുമില്ല. അവിടെ മേസ്ത്രി പണി, ചിലപ്പോൾ മേസ്ത്രി പണിയൊക്കെ ഉണ്ട്. ചില സാധനങ്ങൾ ഫേർണിച്ചർ ഉണ്ടാക്കും, അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല, യവനെയൊക്കെ റോഡിലോട്ട് ഇറക്കി നിർത്തിയുണ്ടല്ലോ, ഈ ഓടയെല്ലാം വൃത്തിയാക്കിക്കണം യവന്മാരെ കൊണ്ട്, മുഴുവൻ ക്ലീൻ ചെയ്യിപ്പിക്കണം. ഇത് എല്ലാവരും നല്ല അതേ ജയിലിലെ വേഷവിധാനം ഇട്ട് ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണം. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് അതായിരിക്കണം. ഗവൺമെൻറ് ആശുപത്രികളുണ്ടല്ലോ, അവിടെ രോഗികൾ കിടപ്പുണ്ട്, അതിന് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ വേണം. കാരണം ഇവനെ അങ്ങോട്ട് അവിടോട്ട് വിട്ടാലൊക്കത്തില്ലല്ലോ. അത് അവന്മാരെ അവിടെ കൊണ്ട് നടത്തി അവിടുത്തെ കക്കൂസ് കഴിക്കണം ഇവനെ കൊണ്ട്, അത് ചെയ്യിപ്പിക്കേണ്ടത്. എല്ലാ പബ്ലിക് ടോയ്ലറ്റ്സും യവന്മാരെ കൊണ്ട് നീറ്റാക്കിപ്പിച്ച് കൊണ്ടു നടക്കണം. ഇതൊക്കെ ആയിരിക്കണം യവന്മാർക്ക് കൊടുക്കേണ്ട കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്, അതായിരിക്കണം. അല്ലാതെ ഇവനെ ഇതേപോലെ ജയിലിനകത്ത് ഇട്ടിട്ട് ഇഷ്ടം പോലെ ചാപ്പാടും കൊടുത്ത് റെഡിയാക്കി അവൻ തിന്ന് കൊടുത്ത് അവിടെ കിടക്കുകയാണ്. ഒരു കുഴപ്പമില്ല. അങ്ങനെ കിടക്കുന്ന എത്ര നാൾ നമ്മളിത് ഇങ്ങനെ പോറ്റും അവന്മാരെയൊക്കെ? ആലോചിച്ച് നോക്കിയുള്ളൂ. ഇവിടുത്തെ പബ്ലിക് എക്സ്ചെക്കറിൽ നിന്നുള്ള പണം എന്ന് പറയുന്നത് ഇങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു കാര്യമാണോ? യഥാർത്ഥത്തിൽ ദുരുപയോഗമല്ലേ ഇത്? ജയിലെന്ന് പറയുന്ന ഒരു സുഖവാസ കേന്ദ്രമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ അതിനകത്ത് കയറാൻ ഇഷ്ടം പോലെ ആളിനെ കിട്ടത്തില്ലേ? താണ്ട് ഇപ്പം നെന്മാറയുടെ ഒരുത്തനുണ്ടല്ലോ, അവന് വിശപ്പാണ് അവൻ്റെ പ്രശ്നം കേട്ടോ. അവന് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്, കുനിഞ്ഞിരുന്ന് വാരി അടിക്കുന്നുണ്ടല്ലോ തിന്നുന്നത്. ഈ വൃത്തികെട്ടവൻ 2 പേരെ അരിങ്കൊല ചെയ്തിട്ട് 3 കൊലപാതകം നടത്തിയവനാണ്. അതാ പറഞ്ഞേ, അത് ഈ രീതിയിലുള്ള നമ്മൾ യഥാർത്ഥത്തിൽ ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത് ഈ ജയിലെന്ന് പറയുന്ന ഒരു കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് നിയമത്തിൽ. പക്ഷേ അത് വന്നപ്പോൾ ഒരു കറപ്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിപ്പോയി. രക്ഷയില്ല. അങ്ങനെയല്ല വേണ്ടത്. ജയിലുകളെന്ന് പറയുന്നത് ഒരാളെ റിഫോം ചെയ്യാനായിരിക്കണം. അതിനൊരുപാട് മാനങ്ങൾ ഉണ്ടാവണം. മാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൊണ്ടൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കണം. വെളിയിലൊക്കെ നടന്ന് ജോലി ചെയ്യാൻ ഒക്കുന്നതിനെ കൊണ്ട് അതേപോലുള്ള ജോലികളെ അവന്മാരെ കൊണ്ടൊക്കെ ചെയ്യിക്കണം. ഇവിടെ നമ്മൾ ഇതാണ്ട് തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് ശമ്പളം കൊടുത്ത ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. ഇത് ഒരു ഉറപ്പുമില്ലാതെ അവന്മാർക്ക് ആ തൊഴിലുറപ്പിൻ്റെ കൊടുത്താൽ മതി. ഇവനെയൊക്കെ കൊണ്ടുപോയി റോഡ് പണിയിക്കുകയും വൃത്തിയായിട്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യണം. അവനെ അല്ലാതെ ഉൾപ്പിട്ടുകൊണ്ട് അകത്ത് കയറിയിരുന്ന് ചാപ്പാട് കഴിക്കാനായിട്ട് മാത്രം ആക്കരുത് ഇവരുടെ ശിക്ഷ. നമ്മുടെ ഈ ശിക്ഷാ സമ്പ്രദായം ഉണ്ടല്ലോ, അതിലേക്ക് ഒരുപാട് വ്യത്യാസം വരണം. ഈ കമ്മ്യൂണിറ്റി സർവീസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഒരുപാട് കൂട്ടണം. ഇതുപോലെ ഈ കൊലക്കേസിലെ പ്രതികളെയൊക്കെ നല്ല കാവലിൽ യവന്മാരെ വെളിയിൽ കൊണ്ടുപോയാൽ, വെളിയിൽ ഇറക്കാൻ വയ്യാത്തവന്മാരുണ്ട്, അവന്മാരെ ഇറക്കണ്ട. കാരണം ഈ നാട്ടുകാർ തന്നെ കൈ കിട്ടിയ അവന്മാരെ സൂപ്പാക്കും. ഇപ്പം അവനെ ഈ നെന്മാറയുള്ള പ്രതി ഉണ്ടല്ലോ, ആ ജനങ്ങളുടെ കയ്യിലോട്ടൊന്ന് വിട്ടുകൊടുത്താൽ മതിയായിരുന്നു. ഇവനെ തലമുടി പോലും കിട്ടത്തില്ലായിരുന്നു, ആ രീതിയിലായനെ. അതുപോലെ അത്രയും ആളുകൾ വയലൻ്റായി. ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ആ 2 കൊച്ചു പെമ്പിള്ളേരുടെ കരച്ചിൽ ബുദ്ധിമുട്ടാണ് നമുക്ക് കാണുന്നത്. മനുഷ്യരായിട്ടുള്ളവർ പ്രതികരിക്കും. അതേപോലുള്ള പ്രതികരണം എല്ലാ കാര്യങ്ങളിലും വേണ്ടതുമാണ്, സംശയമൊന്നും വേണ്ട. കാരണം ഇവന് പുറത്തിറങ്ങാൻ വയ്യ എന്നുള്ളൊരു തോന്നൽ അവന് തന്നെ വേണമല്ലോ, ഇത് കാണുന്നവന്. ഇതന്നെ വേണം. ആ 3 പേരെ തലക്കടിച്ച് കൊന്നവൻ, അവനെയൊക്കെ ആളുകളായി കിട്ടിയുണ്ടല്ലോ, അവരെ നഖവും പല്ലും പോലും വെളിയിൽ കാണത്തില്ലായിരുന്നു, ആ രീതിയിലായിരുന്നു തന്നെ. പക്ഷേ അത് നമ്മുടെ സമൂഹത്തിന് അത് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യുമ്പോൾ അത് ക്രിമിനൽ കുറ്റമായിട്ട് മാറും. അപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരുടെ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് സമൂഹത്തിന് അത് ഒരു കാഴ്ചപ്പാടായിട്ട് ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇതാണ് എന്നൊന്നും മനസ്സിലാക്കണം. അതാ വേണ്ടത്. ആ രീതിയിലുള്ള ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതിന് കൂടെ ഇഷ്ടം പോലെ പോലീസുകാരും അവരൊക്കെ ഉണ്ടല്ലോ, അല്ലെ പ്രസിഡന്റ് സ്റ്റാഫും ഒക്കെ ഉണ്ടല്ലോ, വേണം. സ്റ്റാഫ് സ്ട്രെങ്ത് ഒക്കെ ആവശ്യത്തിന് വേണം. അവർ കൊണ്ടുപോയി നിർത്തി അവന്മാരെ കൊണ്ട് അവരുടെ സൂപ്പർവിഷനിൽ ഈ ജോലിയൊക്കെ ഇതുപോലെ ചെയ്യിപ്പിക്കണം.
അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഈ പണികളെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഈ മാൻ പവർ ഉപയോഗിക്കണം. അവർക്ക് ചെറിയ ശമ്പളം കൊടുക്കുന്നത്, ആ ശമ്പളം കൊടുത്താൽ മതിയല്ലോ. ആ ജയിലിൽ തടവുകാർക്ക് കൊടുക്കുന്ന ശമ്പളമുണ്ട്, ആ ശമ്പളം തന്നെ കൊടുത്താൽ മതി, ഡെയിലി കൂലിക്ക് കൊടുത്താൽ മതി. അത് കൊടുത്തിട്ട് ഇവനെയൊക്കെ ആരോഗ്യമുണ്ടല്ലോ, ചാപ്പാട് വെറുതെ കിട്ടുകയല്ലേ, ചാപ്പാടിന് പൈസ കൊടുക്കുന്നില്ലല്ലോ അവർ. അപ്പോൾ അത് ഇഷ്ടം പോലെ കൊടുക്കട്ടെ, അതൊക്കെ ആഹാരമൊക്കെ കൊടുത്തോട്ടെ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൊടുത്താൽ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹവും മാറണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ശിക്ഷാവിധികളും.